നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് സിനിമാറ്റിക് വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സിനിമാറ്റിക് വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നും പ്രധാനപ്പെട്ട 7 ക്യാമറ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നും വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്യാമറയുടെ സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്യാമറ സെറ്റിങ്സിൽ പോയിട്ട് 4K 25 FPS ആയിട്ട് ആദ്യം നമ്മൾ ക്യാമറ സെറ്റിങ്സ് സെറ്റ് ചെയ്യാം. സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ 4K 25 FPS സെറ്റിങ്സ് ആണ്. ഈ ഒരു സെറ്റിങ്സ് ആണ് എപ്പോഴും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ഫ്ലിക്കറിങ്സ് ഒന്നും വരില്ല. ക്യാമറ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾക്ക് എൻഹാൻസ്ഡ് സ്റ്റെബിലൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ക്യാമറ ഓൺ ചെയ്ത ശേഷം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ക്യാമറ ഓൺ ചെയ്യുക. 1x 2x ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓൺ ചെയ്യാം. നമുക്ക് ക്യാമറ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഷോട്ട് പാൻ ഷോട്ട്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നിന്നുകൊണ്ട് സ്ലോ മോഷനിൽ വീഡിയോ എടുക്കുന്ന ഷോട്ടിനാണ് പാൻ ഷോട്ട് എന്ന് പറയാം. അടുത്തതാണ് ക്രെയിൻ ഷോട്ട്. ഈ ഷോട്ടിൽ നമ്മൾ നമ്മുടെ ഓട്ടോ ഫോക്കസ് എല്ലാം ലോക്ക് ചെയ്ത് എക്സ്പോഷർ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. താഴെ നിന്ന് മുകളിലേക്ക് സ്ലോ ആയിട്ട് ക്യാമറ ഉയർത്തിക്കൊണ്ട് വേണം ഷോട്ട് എടുക്കാൻ. ഷോട്ടിൽ തന്നെ നമുക്ക് നിലത്ത് ഫോൺ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് സ്പീഡിൽ പോയിക്കൊണ്ട് ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടും ഈ ഷോട്ട് എടുക്കാം. അടുത്തത് ഫ്രെയിം ഷോട്ട്. ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രെയിമിനകത്തു കൂടെ മറ്റൊരു ദൃശ്യത്തെ കാണിക്കുന്ന, സ്ലോലി കാണിക്കുന്ന ഒരു ദൃശ്യത്തെയാണ് ഫ്രെയിം ഷോട്ട് എന്ന് പറയാം. അത് പല രൂപത്തിലാകാം. ഒരു കവാടത്തിൻ്റെ ഉള്ളിലൂടെ ആവാം, അല്ലെങ്കിൽ കുറച്ച് വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള പല രീതിയിലുള്ള ഫ്രെയിമുകളിലൂടെ ആവാം. അതൊരു കവാടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനലിൻ്റെയോ ഉള്ളിലൂടെ തന്നെ ആവണമെന്നൊന്നുമില്ല. ഒരു ഫ്രെയിമായി കിട്ടിയാൽ മതി. അടുത്തതാണ് സ്ലൈഡ് ഷോട്ട്. ആദ്യം നമ്മുടെ വീഡിയോ എടുക്കാനുള്ള പ്രദേശം കണ്ടെത്തുക. അതിനുശേഷം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുക, അതിൽ ഫോക്കസ് ലോക്ക് ചെയ്യുക, എക്സ്പോഷർ സെറ്റ് ചെയ്യുക. ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് വേണം ഈ ഷോട്ട് എടുക്കാൻ. അടുത്തതാണ് പുഷ് ഇൻ ഷോട്ട്. ക്യാമറ ഓൺ ചെയ്ത ശേഷം നമ്മൾ എടുക്കുന്ന പോയിന്റിലേക്ക് മെല്ലെ ചലിച്ചുകൊണ്ട് പതുക്കെ ഉയർത്തി കൊണ്ടുവന്ന് വീഡിയോ എടുക്കുക. അതാണ് പുഷ് എന്ന് പറഞ്ഞാൽ. വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാം. അടുത്തതാണ് പുൾ ഔട്ട്. നേരത്തെ എടുത്ത ഷോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോട്ട് വരുന്നത്. നമ്മളെ ഫോക്കസ് എങ്ങോട്ടാണോ അവിടെ നിന്ന് ഉയരത്തിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ട് പതുക്കെ പുറകോട്ട് വലിഞ്ഞുകൊണ്ട് എടുക്കുന്ന ഷോട്ടിനാണ് പുൾ ഔട്ട് എന്ന് പറയാം. അടുത്തതാണ് റിവീൽ ഷോട്ട്. നമ്മുടെ സബ്ജക്റ്റിനെ ഒരു ഡ്രാമാറ്റിക് ലെവലിൽ റിവീൽ ചെയ്യുന്ന ഷോട്ടിനാണ് റിവീൽ ഷോട്ട് എന്ന് പറയാം. ഫോക്കസ് ലോക്ക് ചെയ്ത ശേഷം 1x നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാം. സിനിമാറ്റിക്കിലാണ് നമ്മളിത് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിരിക്കും. സബ്ജക്റ്റിനെ മറയുന്ന രൂപത്തിൽ ഒരു ഡാർക്ക് സ്പോട്ടിൽ നിന്നും പതുക്കെ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പോട്ട് റിവീൽ ചെയ്യുക. അവസാനമായി ഓർബിറ്റ് ഷോട്ട്. ഈ ഷോട്ടിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റിനെ കേന്ദ്രമാക്കിക്കൊണ്ട് 360 അല്ലെങ്കിൽ അതിൻ്റെ ഹാഫോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഷോട്ടാണിത്.
സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് നമ്മൾ ഐഫോണിൽ ഗിംബലൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന പ്രധാനപ്പെട്ട ഷോട്ടുകൾ. നമുക്കടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക്